CRDG ഇപ്പോൾ കഴിഞ്ഞ തവണ തന്നെ കേന്ദ്രത്തിനെയും ചില കാര്യങ്ങളിൽ വിമർശിക്കാറുണ്ട്. ചില കാര്യങ്ങളിൽ കൂടുതൽ ചിലവാക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ കണക്കുകൾ പൂർണ്ണമായി വെളിപ്പെടുത്തിയിട്ടില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ നിരന്തരം അത് BJP ഗവൺമെൻറ് വരുന്നതിന് മുമ്പും UDF അവിടുത്തെ UPA സർക്കാരിനൊക്കെ വിമർശിച്ചിട്ടുണ്ട്. പല സർക്കാരുകളും വീണ്ടുണ്ട്. അത് കാരണം ഒരു ഭരണത്തിൻ്റെയും കീഴിലല്ല എന്ന് സാധാരണ മനുഷ്യർക്കറിയാം. ഞാനത് അവിടെ വെച്ച് നിർത്തുന്നു. രണ്ട്, അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ ആശുപത്രികളുടെ ഗുണനിലവാരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അമ്പന്നൂരിലെ അജിത അട്ടപ്പാടിയിൽ അരിവാൾ അസുഖം വന്നിട്ട് മരുന്ന് കിട്ടാണ്ടാണ് കഴിഞ്ഞ ഡിസംബറിൽ 2023 ഡിസംബർ 20-ാം തീയതി വന്നു EMS ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി കോട്ടത്തറ ആശുപത്രിയിൽ മരുന്നില്ലാണ്ട് കൊണ്ടുപോകുന്ന വഴിയാണ് മരിച്ചത്. സംസ്ഥാനത്തെ പല കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെള്ളമില്ല എന്ന് പറഞ്ഞ് കുറച്ച് നാൾ നമ്മൾ സമരം കിടക്കുന്നത് കണ്ടു. പല ആശുപത്രിയിലും മരുന്നില്ല, അത്തരത്തിലുള്ള കാര്യം കണ്ടു. അപ്പോൾ ആശുപത്രിയുടെ വികസനം, കേരളത്തിലെ ആരോഗ്യരംഗം വികസിച്ചത് പ്രൈവറ്റ് ആശുപത്രികളും അതുപോലെ തന്നെ ക്രിസ്ത്യൻ മിഷണറിമാരുടെ ആശുപത്രികളടക്കം കേരളത്തിൽ വളരെ നല്ല രീതിയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടത്തിയത് കൊണ്ടാണ് ജനങ്ങൾ മരിക്കാത്തത്. അതുപോലെ തന്നെ മറ്റുള്ള ആളുകളുടെ ആരോഗ്യവും ഉയർന്ന രീതിയിൽ നിൽക്കുന്നത് മറ്റു പല കാരണം കൊണ്ടുകൂടിയാണ്. അത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗുണം കൊണ്ടൊന്നുമല്ല. 1940 മുതൽ കേരളത്തിലെ ആശുപത്രികളും 80 ഗുണിൽ മറ്റുള്ള സംസ്ഥാനങ്ങളെക്കാൾ ഉന്നത നിലയിലുമായിരുന്നു. ഞാനത് അവിടെ കൊണ്ട് നിർത്തുന്നു. അദ്ദേഹം ചോദിച്ചത് സാമ്പത്തിക പ്രതിസന്ധി എങ്ങനെ വന്നു എന്ന് അദ്ദേഹം ഈ ചർച്ചയുടെ ഈ അവസാന പാരഗ്രാഫിൻ്റെ മുൻപ് ചോദിക്കുകയുണ്ടായി. സത്യത്തിൽ അവിടെയാണ് നമ്മൾ ഈ കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയുടെ ബേസിക് ഇഷ്യൂ എന്താണ് എന്ന് നമ്മൾ പഠിക്കേണ്ടത്. ഒരു സംശയവുമില്ല, സംസ്ഥാനത്തെ ആദ്യത്തെ ഈ പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ നടത്തിയ ഏറ്റവും മോശമായ, തോമസ് ഐസക്ക് നടത്തിയ ഏറ്റവും മോശമായ സാമ്പത്തിക ചില പദ്ധതികളും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ തട്ടിപ്പ് രീതിയിലുള്ള ഒരു ബഡ്ജറ്റ് അവതരണവുമാണ് ഈ സംസ്ഥാനത്തിന് ഇത്രയേറെ തകർച്ചയിൽ നടത്തിയത്. നമുക്കറിയാം, കോവിഡ് കാലഘട്ടത്തിലെല്ലാം ഈ സംസ്ഥാനത്തുണ്ടാകുന്ന സാമ്പത്തിക നയങ്ങൾ അതുപോലെ തന്നെ ഇന്ത്യക്ക് തന്നെയുള്ള സാമ്പത്തികമായ ഒരു അഡ്വൈസ് തോമസ് ഐസക്ക് നൽകുകയുണ്ടായി. പണം എന്തിനാണ് ഇങ്ങനെ കെട്ടിവെച്ചിരുന്നത്, നിങ്ങൾക്ക് ആവശ്യത്തിന് പ്രിന്റ് ചെയ്യാമല്ലോ, എന്തിനാ കടമെടുക്കുന്നത് എന്ന തരത്തിലുള്ള മണ്ടത്തരങ്ങൾ ചോദിച്ച ഒരു വ്യക്തി കൂടിയാണ് ശ്രീ തോമസ് ഐസക്. അദ്ദേഹം ചെയ്ത ഒരു തെറ്റ് ഞാൻ പറഞ്ഞു തരാം. ധാരാളം തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, സമയക്കുറവ് മൂലം ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. 2020, 2021, 2022 കാലങ്ങളിൽ നമുക്കറിയാം നികുതി വരുമാനം ഈ ബഡ്ജറ്റിൽ കാണിച്ചത് ഏതാണ്ട് 73,121 കോടി രൂപയായിരുന്നു. 73,121 കോടി രൂപയുടെ വരുമാനം കാണിച്ചപ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പിൽ 2022 സത്യത്തിൽ കേരളത്തിന് കിട്ടിയത് എത്രയാണെന്ന് അറിയുമ്പോഴാണ് ഇതിൻ്റെ തട്ടിപ്പിൻ്റെ ആഴം മനസ്സിലാക്കുന്നത്. അതായത് ഇത്തരത്തിൽ ഈ പറയുന്ന കോവിഡ് കാലഘട്ടങ്ങൾക്ക് മുൻപ് പോലും 58,340 കോടി രൂപയാണ് നികുതി വരുമാനമായി സംസ്ഥാന സർക്കാരിന് കിട്ടിയത്. അപ്പോൾ ഈ കോവിഡ് കാലഘട്ടങ്ങളിൽ പോലും തങ്ങൾക്ക് ഈ പറയുന്ന 41% വർധനവ് നികുതി തീരുമാനത്തിൽ ഉണ്ടാകും എന്ന് കണക്ക് കൂട്ടിയിട്ട് സംസ്ഥാന സർക്കാരിനെയും ജനങ്ങളെ പറ്റിച്ച ഒരു സാമ്പത്തിക കാര്യ വിദഗ്ധൻ എന്ന് വേഷം കെട്ടിയ ഒരു കള്ള സാമ്പത്തിക വിദഗ്ധനാണ് ശ്രീ തോമസ് ഐസക്. എങ്ങനെയാണ് 41% വരുമാനം ഉണ്ടാകുന്നത്? എന്തിനാണ് അദ്ദേഹം 41% വരുമാനം നികുതിയിൽ ഉണ്ടാകുമെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ 41% ജനങ്ങൾക്ക് നികുതി വർധനവ് ഉണ്ട് എന്ന് കാണിച്ചിട്ടാണ് ഈ പറയുന്ന വരുമാന വർധനവ് 23,647 കാണിച്ചിട്ട് സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൂട്ടുവാനായിട്ടുള്ള വക മാറ്റി ചെലവഴിച്ചത്, അല്ലെങ്കിൽ അതിനുള്ള ബഡ്ജറ്റ് മാറ്റി വെച്ചത്. അപ്പോൾ വരുമാനം കൂടും എന്ന് പറഞ്ഞുകൊണ്ട് നികുതി വരുമാനം കൂട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ശമ്പളത്തിനുള്ള തുക മാറ്റിവെക്കുകയും സത്യത്തിൽ അതിൻ്റെ 15,430 കോടി രൂപ ഈ പറയുന്ന നികുതി വരുമാനത്തിൽ നിന്ന് മാറ്റിക്കൊണ്ട് അത് അധിക ചിലവ് കണ്ടുപിടിച്ചപ്പോൾ സത്യത്തിൽ 23,647 കോടി രൂപ വരുമാനം ഇല്ലാതായി. അപ്പോൾ വലിയ രീതിയിലുള്ള വരുമാനക്കുറവ് ഉണ്ടാവുകയും നമുക്ക് അധിക ചിലവായിട്ട് 15,430 കോടി രൂപ ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ്. ഇതുകൊണ്ടാണ് സംസ്ഥാനത്ത് ഓരോ മാസവും ഇത്രയേറെ വലിയ ചിലവ് ഉണ്ടാകുന്നത് കൊണ്ടാണ് കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി ഏറ്റവും മോശമായി തകർന്നു പോയതും ഇത്തരത്തിൽ നമ്മൾ അനുഭവിക്കുന്നതും. രണ്ടാമത്തെ കാര്യം, ഇവർ പടിപടിയായി സംസ്ഥാനത്തിൻ്റെ ജനങ്ങളെ കൊള്ളയടിക്കുകയാണ്. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം കൂടി മാത്രം പറയാം.
സംസ്ഥാനത്ത് വൈദ്യുതി ചിലവ് എത്രയാണ്? സാധാരണക്കാരിൽ നിന്ന് 8.5 രൂപ, 8 രൂപ 50 പൈസയാണല്ലോ ഏതാണ്ട് ഒരു യൂണിറ്റിന്. മറ്റ് സംസ്ഥാനങ്ങൾക്ക് എത്രയാണ്? എന്തുകൊണ്ടാണ് ശ്രീ സതീഷ് അത് കണക്കാക്കാത്തത്? BJP ഭരിക്കുന്ന ഗോവയിൽ ഇതിൻ്റെ 10-1 പോലും ഇല്ല, സ്വന്തം ഹൈഡൽ പദ്ധതി പോലും ഇല്ലാത്ത ഗോവയിൽ 4 രൂപ 40 പൈസയ്ക്ക് ഒരു സാധാരണക്കാരന് ഒരു യൂണിറ്റ് വൈദ്യുതി കിട്ടുന്നു. അതുപോലെ തന്നെ ഗുജറാത്തിൽ, എന്ത് പറഞ്ഞാലും ഗുജറാത്തിലേക്കാണല്ലോ 5 രൂപ 20 പൈസയ്ക്ക് കിട്ടുന്നു. ഇനി യോഗി ആദിത്യനാഥിൻ്റെ UP യിൽ പോലും 5 രൂപ 50 പൈസയ്ക്ക് കിട്ടുന്നു. കർണാടകയിൽ 7 രൂപ, തമിഴ്നാട്ടിൽ 6 രൂപ. പക്ഷെ കേരളത്തിൽ 8 രൂപ 50 പൈസയ്ക്ക് ഇത്രയേറെ ഹൈഡൽ പ്രൊജക്റ്റുള്ള, ഇത്രയേറെ നദികളും ഇത്രയേറെ ഉൽപ്പാദനവുമില്ല കേരളത്തിൽ മാത്രം 8 രൂപ 50 പൈസയ്ക്കാണ് ഇന്നും വൈദ്യുതി കിട്ടുന്നത്. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? ധൂർത്തിൻ്റെ ഏറ്റവും വലിയ ഒരു കാരണമാണ് ഈ KCBയുടെ. അപ്പോൾ പെട്രോളിൻ്റെ വലിപ്പം ഇത് കൂടുമ്പോൾ ഈ KCBയുടെ ഇത്തരത്തിലുള്ള ഓരോ യൂണിറ്റിൻ്റെയും വർധനമനുസരിച്ചിട്ട് സംസ്ഥാനത്ത് ഉൽപ്പന്നങ്ങളുടെ വിലയും കൂടുന്നുണ്ട്. അതുപോലെ തന്നെ ഉൽപ്പാദകർ കേരളത്തിൽ നിന്ന് വിട്ടുപോകുന്നുണ്ട്. കാരണം തൊട്ടപ്പുറത്തെല്ലാം ഒരു യൂണിറ്റിന് 2 രൂപ കുറവുണ്ടെങ്കിൽ തമിഴ്നാട്ടിലേക്കും കർണാടകയിലേക്കും ഇവിടുത്തെ ഫാക്ടറികൾ മാറുന്നുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് കേരളത്തിൽ എന്തുകൊണ്ട് ഇത്രയേറെ റോ മെറ്റീരിയലിന് ഫ്രീ ആയി കിട്ടുന്ന വെള്ളം ഉപയോഗിച്ച് നടത്തുന്ന ഹൈഡൽ പവറിൽ ഏതാണ്ട് 80% പ്രൊഡ്യൂസ് ചെയ്യുന്ന കേരളത്തിലെ ഇലക്ട്രിസിറ്റി ബോർഡിൽ എന്തുകൊണ്ടാണ് 8 രൂപ 50 പൈസ വരുന്നത് എന്ന് പഠിക്കാതെ, എന്തുകൊണ്ടാണ് സംസ്ഥാനത്തിൻ്റെ വരുമാനത്തിൽ 85% പെൻഷനും ശമ്പളവുമായി പോകണമെന്ന് പഠിക്കാതെ, അതല്ലെങ്കിൽ സംസ്ഥാനത്ത് ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ പാവപ്പെട്ട ആദിവാസികൾക്കും ഷെഡ്യൂൾ ട്രൈബ്സിനും അതുപോലെ തന്നെ വികലാംഗർക്കും പാവപ്പെട്ട വാർദ്ധക്യകാല പെൻഷനും നൽകാതെ സംസ്ഥാനത്തെ MLA-മാർക്കോ മന്ത്രിമാരുടെയോ പ്രൈവറ്റ് സെക്രട്ടറിമാർ പെൻഷൻ വാങ്ങിക്കില്ല എന്ന നിയമം കൊണ്ടുവന്നാൽ ഇവിടെ എല്ലാം ലാഭമാവും.